So the next we have to discuss properties of CNTs. CNTസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അതിൻ്റെ പ്രിപ്പറേഷൻ സിന്തസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് CNTs, കാർബൺ നാനോ ട്യൂബ്സ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന പ്രോപ്പർട്ടീസും അതുപോലെ ഇവിടെ ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് CNTs. സോ പ്രോപ്പർട്ടീസ് ഓഫ് CNTസിൽ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്താണ് ഈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? നല്ല നമ്മൾ അയൺ, സ്റ്റീൽ എന്നൊക്കെ പറയാറില്ല, ഇവർക്കൊക്കെ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കൂടുതലുള്ള ആളുകളാണ്. നല്ല പവറുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് നല്ല ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസാണ് എന്ത്? CNTs, കാർബൺ നാനോ ട്യൂബ്സ്. എക്സ്ട്രീംലി സ്ട്രോങ് അലോങ് ദെയർ ലെങ്ത് വിത്ത് എ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് 100 times ഗ്രേറ്റർ ദാൻ സ്റ്റീൽ. സ്റ്റീലിനാണ് നമുക്ക് ഏറ്റവും ഉരുക്ക് എന്ന് പറയില്ല, നമ്മൾ ഉരുക്കാണെന്ത്? സ്റ്റീൽ. ഈ ഉരുക്കിനേക്കാൾ ടെൻസൈൽ സ്ട്രെങ്ത് കൂടിയ ആളാണെന്ത്? കാർബൺ നാനോ ട്യൂബ്സ്. ഓക്കെ. ദെൻ ലോ ഡെൻസിറ്റി. CNTs ഹാവ് എ ലോ ഡെൻസിറ്റി അറൗണ്ട് 1.3 to 1.4 gram per centimeter cube, മേക്കിംഗ് ദം ലൈറ്റ് വെയ്റ്റ്. ഇതിൽ വെയിറ്റ് കുറയും. നല്ല ടെൻസൈൽ സ്ട്രെങ്ത് കൊണ്ട് വെയിറ്റാണ് ഈ കുറവാണ്. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്? നമുക്കല്ല പവറുള്ള സാധനങ്ങളൊക്കെ നല്ല ഭാരം ഉണ്ടായിരിക്കും അല്ലേ, നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും, നല്ല മാസമായിരിക്കും. പക്ഷേ ഈ കാർബൺ നാനോ ട്യൂബ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്, ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ്. സോ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് നാനോ എന്നുള്ള ഈ ഒരു നാനോ കെമിസ്ട്രിയെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നത്. ദെൻ ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ, ചൂട് അതുപോലെ ഇലക്ട്രിസിറ്റി, ഇവരെയൊക്കെ നല്ലോണം കണ്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റും? നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടറായിട്ട് കാണുന്നത് കോപ്പറാണ്. കോപ്പർ. പക്ഷെ ആ കോപ്പർ ചെമ്പ് എന്നല്ല, ചെമ്പ് കമ്പിയൊക്കെ ഇല്ലേ, അതിനേക്കാൾ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണെന്ത്? നമ്മുടെ CNTസിന്, ഇൻക്ലൂഡിങ് കോപ്പർ. കോപ്പർ അടക്കമുള്ള ആളുകളെക്കാൾ കൂടുതലാണെന്ത്? ആൻഡ് ദിസ് മേക്സ് ദം ഐഡിയൽ ഫോർ ഹീറ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ദെൻ ഹൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു മെറ്റൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ മെറ്റലിൻ്റെ സർഫസ്, ആ മെറ്റലിൻ്റെ സർഫസിനേക്കാൾ സർഫസ് ഏരിയ കൂടുതലായിരിക്കും എന്തിന്? നമ്മുടെ യൂസ് ചെയ്യുന്ന CNTസിന്. സോ ദർ ട്യൂബുലാർ, ആ ഒരു സ്ട്രക്ചർ നമുക്കറിയാം, ട്യൂബ് പോലെയാണല്ലേ, സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. സോ ആ ഷേപ്പിൻ്റെ പ്രത്യേകത അതുപോലെ സ്പെറിക്കൽ ഈ ഷേപ്പുകളൊക്കെ പ്രത്യേകത എന്താണ്? സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും. സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും. സോ ആ ഷേപ്പിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഹൈ സർഫസ് ഏരിയ ഇതിനുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഒരു സാധാരണ നമ്മളൊരു മെറ്റലിൻ്റെ കേസിൽ, ഒരു മെറ്റീരിയലിൻ്റെ കേസിൽ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണെന്ത്? ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയും ഡിസ്കസ് ചെയ്യും. ദെൻ ആപ്ലിക്കേഷൻസ്. CNTസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഇലക്ട്രോണിക്സിൽ ട്രാൻസിസ്റ്റേഴ്സ്, സെൻസേഴ്സൊക്കെ ആയിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? CNT. നമ്മൾ CNTസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്, ശ്രദ്ധിക്കണേ. നാനോ മെറ്റീരിയൽസിൻ്റെ കാര്യമല്ല, കാർബൺ നാനോ ട്യൂബ്സിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ട്രാൻസിസ്റ്റേഴ്സ്, സെൻസറായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നത്. മാത്രമല്ല സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇനി എനർജി സ്റ്റോറേജ് ലൈക്ക് ബാറ്ററീസ്, ഫ്യൂവൽ സെൽസ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? CNTs ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം, ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഡ്രഗ് ഡെലിവറി. ദാറ്റ് ഈസ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. അതായത് അതിൻ്റെ പാസേജ് നമുക്ക് കൃത്യമാണോ, അല്ലെങ്കിൽ ഈ അസുഖത്തിന് ഇത് പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഡ്രഗ് ഡെലിവറി. ബയോമെഡിക്കൽ ഇമേജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ MRI സ്കാനിങ് ഒക്കെ അല്ലേ, സാധാരണ അൾട്രാസൗണ്ട് സ്കാനിങ്, അതുപോലെ MRI സ്കാനിങ്, ഇതൊക്കെയാണ് ഇമേജിങ് ഉള്ളത്. അതിനൊക്കെ വേണ്ടി നമുക്ക് പലതരം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് CNT ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഒപ്റ്റിക്കൽ ഫീൽഡിലാണെങ്കിൽ ഡിസ്പ്ലേ ടെക്നോളജി, FED, ഫീൽഡ് എമിഷൻ ഡയോഡ് എന്നാണ് വിളിക്കുക. LED എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതൊക്കെ മാറാൻ പോവാണ്. OLED വരും. OLED ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ചില ഫോൺസിലൊക്കെ, ലേറ്റസ്റ്റ് മോഡൽ ഫോൺസിനൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് ടൈപ്പാണ് ഡിസ്പ്ലേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ OLED എന്ന് കാണാൻ പറ്റും. ചില TVസൊക്കെ, സ്മാർട്ട് TVകളൊക്കെ ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് OLEDയുടെ ഫുൾ ഫോം. പക്ഷെ അതിലും മികച്ചതാണ് FED, ഫീൽഡ് എമിറ്റിംഗ് ഡയോഡ്. മറ്റേ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്, ഫീൽഡ് എമിറ്റിംഗ് ഡയോഡ്, FEDs. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ LED എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ LED തുറന്നു നോക്കിയതിനുള്ളിൽ മനസ്സിലാവും. LED ബൾബ് അല്ലെങ്കിൽ
LED ഡിസ്പ്ലേ ഒക്കെ തുറന്നു നോക്കി അതിനോട് ഫുള്ള് ഡയോഡ്സും കാര്യങ്ങളും അതൊക്കെ നാനോ. നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഫുൾ എന്താണ് നാനോ. ഓക്കെ, യെസ്. ആൻഡ് ഡിസ്പ്ലേ ടെക്നോളജി FED പറഞ്ഞു, സോളാർ സെൽസ്, ലൈറ്റ് എമിറ്റിംഗ് LEDs, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എക്സെട്ര. ദെൻ കാറ്റലിസിസിൽ എന്താണ് യൂസ് ആസ് കാറ്റലിസ്റ്റ്. ഈ കാർബൺ നാനോ ട്യൂബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് ആപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ ഇപ്പോൾ CNT കഴിഞ്ഞു. ഇനി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടില്ല, വളരെ ചെറിയ രീതിയിൽ നമ്മൾ ബ്രീഫായിട്ട് എന്ത് ചെയ്യുന്നു, ഫുള്ളറിൻ എന്താണ്, ഗ്രാഫീൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളൂടെ ജസ്റ്റ് ബേസിക് മെൻഷൻ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഫുള്ളറിനാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഫുള്ളറിൻ സ്ട്രക്ചറൊക്കെ അല്ലേ, ഇതാ ഒരു ഫുട്ബോൾ പോലെ ഉണ്ടാവും, ദാറ്റ് ഈസ് ഫുള്ളറിൻ. നോക്കാം. ഫുള്ളറിൻസ് ആർ കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് കാർബൺ ആറ്റംസ്. ഇവിടെ കാർബൺ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫുള്ളറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കാർബൺ തന്നെയാണ്, കാർബൺ ആറ്റംസ് തന്നെയാണ്. അറേഞ്ച്ഡ് ഇൻ എ സ്പെറിക്കൽ ഷേപ്പിലാണ്. ട്യൂബുലാർ ഓർ എലിപ്സോയിഡൽ. സ്പെറിക്കലാണ്, ട്യൂബുലാർ ഷേപ്പിലാവാം, അല്ലെങ്കിൽ ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്യൂബുലാർ ഷേപ്പ്, സിലിണ്ടറിക്കൽ ഷേപ്പ്. എലിപ്സോയിഡൽ ഷേപ്പ് അറിയാലോ, ഇങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെ നമ്മൾ വരയ്ക്കില്ലേ, ഇങ്ങനെ. ദിസ് ഈസ് നോട്ട് എലിപ്സോയിഡൽ. എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ നമ്മളൊരു റൗണ്ട് വരയ്ക്കില്ലേ, ദിസ് ഈസ് കോൾഡ് എലിപ്സോയിഡൽ ഷേപ്പ്. ആ ഷേപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ പറ്റും. സോ ദ കാർബൺ ആറ്റംസ് ആർ കണക്റ്റഡ് ത്രൂ സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ്. അപ്പോൾ ഈ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ എന്താ, ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇതാ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫോമിങ് എ കേജ് ലൈക്ക് സ്ട്രക്ചർ, ഒരു കേജ് പോലെ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ജനറൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫുള്ളറിനാണ് C60, കാർബൺ 60 എന്ന് വിളിക്കുന്ന ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ എന്നാണ് വിളിക്കുക. അതിൽ കൊടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. യെസ്, ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ കാർബൺ 60 വിച്ച് ഹാസ് എ ഷേപ്പ് റിസംബ്ലിങ് എ സോക്കർ ബോൾ. ഇതാണെന്ത്, C60യുടെ ഷേപ്പ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് നമ്മളൊരു ബോളിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയതാണ്. ഇതാണ് അതിൻ്റെ ആക്ച്വൽ. ഇങ്ങനത്തൊക്കെ കാർബൺ ആറ്റംസ് ആണ്. ഹെക്സഗൺ ഫോം ചെയ്തിട്ടുണ്ട്. ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. യെസ്, ഫുള്ളറിൻസ് ക്യാൻ വാരി സൈസ് ആൻഡ് ഷേപ്പ്. കോമൺ ഫുള്ളറിൻ ഇൻക്ലൂഡ് C60 ഉണ്ട്, C70 ഉണ്ട്, ആൻഡ് ഈവൻ ലാർജർ C84, C20 വരെയൊക്കെ പോവാറുണ്ട്. ആൻഡ് ദെയർ ഷേപ്സ് ക്യാൻ ബി സ്പെറിക്കൽ, ട്യൂബുലാർ, എലിപ്സോയിഡൽ. ആൻഡ് സിന്തസിസ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ആർക്ക് മെത്തേഡ് ഉപയോഗിക്കാം, ലേസർ അബ്ലേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉണ്ടാക്കാനും പറ്റും. ഈ ഷേപ്പ് ശ്രദ്ധിക്കണം. ഇതെങ്ങനെയാണ് C60 ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ്റെ സ്പെറിക്കൽ ഷേപ്പ്. ഇതിൻ്റെ പ്രത്യേകത അതൊക്കെ എന്തായിരിക്കും, നിങ്ങൾ ഫുട്ബോൾ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഫുട്ബോളിൻ്റെ പ്രത്യേകത ഒക്കെ ഒരു ഹെക്സഗൺ ഷേപ്പിലായിരിക്കും, അതിൽ ഒന്ന് മാത്രം പെൻറ്റഗൺ ആയിരിക്കും. എന്നാലേ അത് എന്താവുള്ളൂ, കറക്റ്റ് ഒരു സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരുള്ളൂ. ഓക്കെ, എല്ലാതും ഫുൾ എന്തായിരിക്കും, എന്താ ഇവിടെ കണ്ടില്ലേ, ഇത് എക്സഗൺ ആണ്, എക്സഗൺ ഒക്കെ എക്സഗൺ ആയിരിക്കും. ഈ നടുക്കുള്ളത് മാത്രം എന്താണ്, പെൻറ്റഗൺ. 1 2 3 4 5 പെൻറ്റഗൺ. അതാണ് ഇപ്പോൾ എന്ത് പ്രത്യേകത. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കുക. അത് C60 കാർബൺ ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ഷേപ്പ്, എങ്ങനെയാണ് സ്ട്രക്ചർ, എങ്ങനെയാണ്, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫുള്ളറിൻ ഏതാണ്, ദെൻ അതിൻ്റെ എക്സാമ്പിൾസ്, സിന്തസിസ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിസ് ആർ ഫുള്ളറിൻ. അത്രയുള്ള ഫുള്ളറിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഗ്രാഫീൻ്റെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഷീറ്റ് പോലെയാണ്, ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. നേരത്തെ നമ്മൾ സ്പെറിക്കൽ കേജ് ലൈക്ക് സ്ട്രക്ചർ ഫുള്ളറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഗ്രാഫീൻ എന്താണ്, ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇവിടെ എന്ത് തന്നെയാണ്, കാർബൺ തന്നെയാണ്. കാർബൺ മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു എലമെൻറ്റിനും ഉൾപ്പെടുത്തിയിട്ടില്ല, കാർബൺ ഓൺലി. സോ ഗ്രാഫീൻ ഈസ് എ റിമാർക്കബിൾ മെറ്റീരിയൽ മോഡ് ഓഫ് സിംഗിൾ ലെയർ. പ്രത്യേകത എന്താണ്, ഒരു സിംഗിൾ ലെയർ, ഒറ്റ ലെയർ. കാർബൺ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ എ 2 dimensional ഹണി കോംബ് ലാറ്റിസ്. 2 dimensional ഇങ്ങനെ എടുക്കും. ഓക്കെ, 2 dimensional. ഇവിടുത്തെ മറ്റേ ഡയമെൻഷൻ അല്ല കേട്ടോ, നാനോ മെറ്റീരിയൽസ് ക്ലാസിഫൈ ചെയ്ത ഡയമെൻഷൻ അല്ല, നോർമലി ഉള്ള 2 dimension ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഗ്രാഫീൻ കൺസിസ്റ്റ് ഓഫ് കാർബൺ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ എ ഹെക്സഗണൽ ലാറ്റിസ്. ഇത് എന്ത് തന്നെയാണ് അല്ലേ, കാണുന്നില്ലേ, ഹെക്സഗണൽ 1 2 3 4 5 6 ഫുൾ ഹെക്സഗണലാണ്. ഇത് നമുക്ക് മടക്കി വെക്കാത്തതുകൊണ്ട് അതിനിടയിൽ പെൻറ്റഗൺ ഇല്ല. ഇത് നേരെ അങ്ങനെ ഷീറ്റ് പോലെ അങ്ങനെ വിരിച്ച് ഇട്ടിരിക്കുകയാണ്.
ഫുള്ള് ഹെക്സഗൺ ലാറ്റിസാണ്. ഓക്കെ, സിംഗിൾ ലെയറാണ്, ശ്രദ്ധിക്കണം, സിംഗിൾ ആറ്റോമിക് ലെയറാണ്. ദെൻ ഈച്ച് കാർബൺ ആറ്റം ഇസ് ബോണ്ടഡ് ടു 3 നെയ്ബറിങ് കാർബൺ ആറ്റംസ്. ഒരു കാർബൺ ആറ്റം അടുത്ത 3 ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു കാർബൺ ഇവിടെ സെലക്ട് ചെയ്തു, ഈ ഒരു കാർബൺ സെലക്ട് ചെയ്തു, ഇത് ഇതുമായിട്ട് ബോണ്ടുണ്ട്, ഇതുമായിട്ട് ബോണ്ടുണ്ട്, ഇതുമായിട്ട് ബോണ്ടുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിച്ച് നെയ്ബറിങ്, അടുത്തുള്ള 3 കാർബൺ ആറ്റംസ് ആയിട്ട് ബോണ്ടുണ്ട് എന്നുള്ള കാര്യം. ആൻഡ് ഏതാ ബോണ്ട്? കൊവാലൻ്റ്. ഒരു കാർബൺ ആണ് എപ്പോഴും എന്തേ ഫോം ചെയ്യുള്ളൂ? കൊവാലൻ്റ് ബോണ്ട്സ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. ദെൻ ഗ്രാഫിൻ ഇസ് എസെൻഷ്യലി 2 ഡയമെൻഷണൽ, ഓൺലി 1 ആറ്റം തിക്ക്, അല്ലേ? ഒറ്റ ഷീറ്റാണ്, ഒരാറ്റത്തിൻ്റെ തിക്നെസ് ഇതിന് ഉണ്ടാവുള്ളൂ, അത്രയും ചെറുതാണ്. മേക്കിംഗ് ഇത് ഫസ്റ്റ് ട്രൂലി 2 ഡയമെൻഷണൽ മെറ്റീരിയൽ ഡിസ്കവേർഡ്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് റിക്കവർ ചെയ്തിട്ടുള്ള, ഫസ്റ്റ് ട്രൂലി ശരിക്കുള്ളത് 2 ഡയമെൻഷണൽ മെറ്റീരിയൽസ്. ആൻഡ് ഗ്രാഫീനാണ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽസ് നോൺ, കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. വിത്ത് എ ടെൻസൈൽ സ്ട്രെങ്ത് ഓവർ 100 ടൈംസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ. അത് കാർബൺ നാനോ ട്യൂബ്സിൻ്റെ കേസിലാണ് പറയുന്നത്, പക്ഷേ ഈ കാർബൺ നാനോ ട്യൂബ്സ് ഈ ഗ്രാഫീൻ പോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ 100 ടൈംസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ. ദി സ്ട്രെങ്ത് ഈസ് ഡ്യൂ ടു ദ സ്ട്രോങ് കാർബൺ കോവാലൻ്റ് ബോണ്ട്. ഈ സ്ട്രെങ്ത്തിന് കാരണം എന്താണ്? ഇവിടെ കാർബൺ കോവാലൻ്റ് ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ അത്രയാണ് ഗ്രാഫീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുമ്പോൾ എന്തായാലും രണ്ടിൻ്റെയും. നേരത്തെ കണ്ട പോലെ, നേരത്തെ ആ ഫുട്ബോൾ പോലെ വരച്ച് വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ ഷീറ്റ് പോലെ എന്ത് ചെയ്യണം? കാണിക്കേണ്ടി വരും. ഷീറ്റ് പോലെ കാണിക്കേണ്ടി, ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നില്ല. എങ്ങനെ വരയ്ക്കാൻ പറ്റും നമുക്ക്? എന്താ, ഇങ്ങനെ ഹെക്സഗൺസ് ഇങ്ങനെ വരച്ചു പോയാൽ മതി. ഇങ്ങനെ ഹെക്സഗൺസ്, ഇതൊക്കെ കാർബൺ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഹെക്സഗൺസ് ഇങ്ങനെ വരച്ചു പോയാൽ മതി. ഇതാണെന്ത്? ഗ്രാഫീൻ എന്ന് പറഞ്ഞ സംഭവം. അത്രയേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്, ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽ. സോ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇത്രയും നമ്മൾ സംസാരിച്ചത് കാർബൺ നാനോ ട്യൂബ്സിനെ പറ്റിയാണ്. കാർബൺ നാനോ ട്യൂബ്സിനെ പറ്റിയാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാനോ മെറ്റീരിയൽസ്. ജനറലി നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് പറയാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നാനോ ഇലക്ട്രോണിക്സ്, നാനോ ഒപ്റ്റിക്സ്, നാനോ കാറ്റലിസിസ്, ദെൻ നാനോ മെഡിസിൻ ആൻഡ് അഗ്രികൾച്ചർ. അങ്ങനെ 5 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ എന്തൊക്കെ നാനോ മെറ്റീരിയൽസിന് ചെയ്യാൻ പറ്റും, അതുപോലെ ഒപ്റ്റിക്കൽ ഫീൽഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ദെൻ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, ദെൻ മെഡിസിനൽ ഫീൽഡിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് ഫീൽഡിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ കണ്ടു. അത് ആപ്ലിക്കേഷൻസ് ഓഫ് CNTs ആണ്, കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് കാർബൺ നാനോ ട്യൂബ് എന്ത് തന്നെയാണ്? നാനോ മെറ്റീരിയലാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം, നാനോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഫീൽഡിലുള്ള നാനോ മെറ്റീരിയൽസ്. സോ ട്രാൻസിസ്റ്റേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ട്രാൻസിസ്റ്റേഴ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, IC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. നമ്മൾ ഈ ഫോണിൻ്റെയൊക്കെ IC പോയി എന്നൊക്കെ പറയും. നോർമലി നമ്മൾ സംസാരിക്കാനുള്ള വാക്കാണ്. അതിൻ്റെ IC അടിച്ചു പോയി, വിച്ച് ഈസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതിൻ്റെ മൊത്തം സാധനം അടിച്ചു പോയി എന്നർത്ഥം, മെയിൻ സാധനം അടിച്ചു പോയി എന്നർത്ഥം. ഇൻ്റഗ്രേറ്റഡ് ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ടും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നാനോ മെറ്റീരിയൽസ്. അതിലൊന്നാണ് കാർബൺ നാനോ ട്യൂബ്സ്. ദെൻ സിലിക്കൺ നാനോ മെറ്റീരിയൽസ് ആണെന്ത് അടുത്ത കാറ്റഗറി, സിലിക്കൺ നാനോ മെറ്റീരിയൽസ്. ദെൻ OLED, നേരത്തെ പറഞ്ഞ OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ദെൻ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നതാണ് എന്ത്? സിലിക്കൺ നാനോ മെറ്റീരിയൽസ്. ദെൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. RFID, നിങ്ങൾ ഇപ്പോഴൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്കിങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റില്ലേ? ഈ ATM കാർഡൊക്കെ നമുക്ക് വൈഫൈ ഉപയോഗിച്ചിട്ട് ടാപ്പ് ആൻഡ് പേ എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ അങ്ങോട്ട് വർക്ക് ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു മാഗ്നറ്റാണ്. ആ മാഗ്നറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് ഉപയോഗിച്ചിട്ടാണ്? നാനോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഈ ഓഫീസിലൊക്കെ നമുക്കിങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ കയറാൻ പറ്റും അല്ലേ? അപ്പോൾ ഡോറൊക്കെ ഇങ്ങനെ ഓപ്പൺ ആവും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ RFID ആണ്. RFID വിച്ച് ഈസ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് പേര്. RF എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. അത് അതുമായിട്ട് മാച്ച് ആവണം. ഇപ്പോൾ നമ്മളെ കാർഡിലുള്ള റേഡിയോ ഫ്രീക്വൻസിയും ആ ഒരു സിസ്റ്റത്തിൻ്റെ റേഡിയോ ഫ്രീക്വൻസിയും ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ മാച്ച് ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓക്കെ, ദെൻ സ്മാർട്ട് കാർഡ്സ്, ഇപ്പോൾ പറഞ്ഞു വന്നത് തന്നെയാണ്. സ്മാർട്ട് കാർഡ്സ്
കാർഡൊക്കെ വളരെ സ്മാർട്ടാണ്, ടാപ്പ് ആൻഡ് പേ എന്നുള്ള കേസൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അത്രയാണ് ഇലക്ട്രോണിക്സ് ഫീൽഡിലുള്ള നാനോ മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസിസ്റ്റേഴ്സ്, സെൻസേഴ്സ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, OLED, സെമി കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടർ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ മെൻഷൻ ചെയ്യണം. ദെൻ നാനോ ഒപ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ, ഒപ്റ്റിക്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്സ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ലൈറ്റാണ്, ലൈറ്റ്. സോ നാനോ സെൻസറുകളുണ്ട് അല്ലേ, നാനോ ഫോമിലേക്ക് കൊണ്ടുവരാം. ഫോട്ടോ വോൾട്ടൈക്സ്, അതുപോലെ ഓപ്റ്റോ ഇലക്ട്രോണിക്സ്, ഒപ്റ്റിക്കൽ ഫീൽഡിൽ പലതരം മെഷീനറീസ് നമുക്ക് ആവശ്യമുണ്ട്. സോ അതിലേക്ക് നമ്മൾ ഇലക്ട്രോണിക്സിനെയും ഒപ്റ്റിക്സിലേക്ക് ഇലക്ട്രോണിക്സിനെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നാനോ മെറ്റീരിയൽസ് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫീനാണെന്ത് നോർമലി നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നാനോ ഒപ്റ്റിക്സ്. 2-3 കാര്യങ്ങളുള്ളൂ. നാനോ സെൻസേഴ്സ്, ഫോട്ടോ വോൾട്ടൈക്സ് ഉണ്ട്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്. എല്ലാത്തിനും ഞാൻ എക്സെട്ര കൊടുത്തിട്ടുണ്ട്. എക്സെട്ര കൊടുത്ത് ഞാൻ അർത്ഥം വേറെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെ നമുക്ക് എഴുതണമെന്നോ പഠിക്കണമെന്നോ ഇല്ല. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല. ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്നേ ചോദിക്കുള്ളൂ. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക്സ് എന്നോ ഒപ്റ്റിക്സ് എന്നോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇന്നതേ എഴുതാൻ പറ്റൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ് മെയിൻലി ഉള്ള ആളുകളാണെന്ത്? മെഡിസിനൽ ഫീൽഡ്, ഒപ്റ്റിക്കൽ ഫീൽഡ്, ഇലക്ട്രോണിക്സ് ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാത്തിലും എറ്റ്സെട്ര എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ദ നാനോ കാറ്റലിസിസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? നാനോ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ മെയിൻലി കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അയേൺ, നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം, സിൽവർ പോലുള്ള ആളുകളൊക്കെ. ഇവരുടെയൊക്കെ നോർമൽ സൈസിലുള്ള ആളുകളെയും ഉപയോഗിക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് നാനോ ഉപയോഗിക്കാൻ പറ്റും. നാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. സോ നാനോ ഉപയോഗിച്ചാലും മതി. എന്തിന് മതി എന്നല്ല, നാനോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, സോ അത് കൊടുത്തിട്ടുള്ളത് നാനോ പാർട്ടിക്കിൾസ് ഹാവ് ഹൈ സർഫസ് ടു വോളിയം റേഷ്യോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൈ സർഫസ് ഏരിയ. സോ സർഫസ് ഏരിയ നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് സർഫസ് ഫോർ ദ റിയാക്ഷൻ ടു ഹാപ്പൻ. ആ റിയാക്ഷൻ നടക്കുന്നതിന് സർഫസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാറ്റലിസ്റ്റിൻ്റെ. അതിൻ്റെ പുറത്ത് സർഫസ് കാറ്റലിസ്റ്റിനെ വന്ന് നിൽക്കും. എൻ്റെ മേൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, റിയാക്ഷൻ അവിടെ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, സോ സർഫസ് ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് റിയാക്ഷൻസ് നടക്കും. സോ ഹൈ സർഫസ് ഏരിയ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നാനോ മെറ്റീരിയൽസിന് എന്തുണ്ട്? ഹൈ സർഫസ് ഏരിയ ഉണ്ട്. സോ ആ സർഫസ് ഏരിയ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷൻ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. So thereby provides area for chemical reaction to happen. Individual nanoparticles, iron, platinum, palladium, copper, gold, iridium, silver, and as well as their oxides. അതിൻ്റെയൊക്കെ ഓക്സൈഡ്സും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Fe, FeO, Fe2O3, പ്ലാറ്റിനത്തിൻ്റെ ഓക്സൈഡ്സ്, പലേഡിയത്തിൻ്റെ, കോപ്പറിൻ്റെ ഓക്സൈഡ്, CuO, Cu2O, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് എഴുതിയാൽ മതിട്ടോ, അതൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്സൈഡ്സ് ഓഫ് ഈ ഒരു മെറ്റൽസിൻ്റെയൊക്കെ ഓക്സൈഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് മോസ്റ്റ് യൂസ് ഇൻ ഓർഗാനിക് സിന്തസിസ്, എപ്പോക്സിഡേഷൻ, സെലക്റ്റീവ് ഓക്സിഡേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിട്ടുള്ളത്. ഓക്കെ, അത്രയാണ് കാറ്റലിസിസ് ഫീൽഡ്. ഈ നാനോ മെഡിസിനൽ ഫീൽഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബയോ മെഡിക്കൽ ഇമേജിംഗ്, അൾട്രാസൗണ്ട് സ്കാനിങ്, MRI സ്കാനിങ് എന്നുള്ള പറഞ്ഞിട്ടുള്ള കേസസിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ, ട്രാൻസിസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നു, ട്രാൻസിസ്റ്ററായിട്ട് എവിടെ ഉപയോഗിക്കുന്നു അങ്ങനെ ചോദിക്കില്ല. ട്രാൻസിസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അതെങ്ങനെ വരിക എന്നുള്ള ചോദ്യം ഉണ്ടാവാൻ പാടില്ല. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ്. ഇപ്പോൾ നാനോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ. ജസ്റ്റ് എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ അഡ്വാൻസ് ആയിട്ട് പഠിച്ച് പോകുമ്പോൾ നമുക്ക് എവിടെയാണ്, എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴാണ് വരിക? നമ്മൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോഴാണ്. അതൊന്നും ഇവിടെ ആവശ്യമില്ല. സോ ബയോമെഡിക്കൽ ഇമേജിംഗ് ഉപയോഗിക്കുന്നു, ഏതുപയോഗിക്കുന്നു, എന്തുപയോഗിക്കുന്നു, എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ചെയ്യുക എന്നാണ് എന്താ? രോഗം കണ്ടുപിടിക്കുക അല്ലേ, ഡയഗ്നോസ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ദെൻ ഡ്രഗ് ഡെലിവറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അബ്രാക്സിൻ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിന് ക്യാൻസർ സെൽസിൽ ഉപയോഗിക്കുന്നതാണെന്ത്? അബ്രാക്സൈൻ എന്ന് പറഞ്ഞ ഒരു നാനോ മെറ്റീരിയൽ ഉണ്ട്.
abraxane. Okay. Then gold, AU, nanoparticles tagged with short segments of DNA. DNA നമ്മൾ എന്ത് ചെയ്യും? DNA നമ്മൾ എന്ത് ചെയ്യും? ചില നമ്മൾ ടാഗ് ചെയ്യാന്ന് പറയാം. ഒരാളെ ടാഗ് ചെയ്യില്ലേ, നമ്മൾ ഫോട്ടോസൊക്കെ നമ്മൾ ടാഗ് ചെയ്യാറില്ല, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. അതുപോലെ ടാഗ്ഡ് വിത്ത് എന്താണ്, നാനോ പാർട്ടിക്കിൾസ് ടാഗ്ഡ് വിത്ത് ഷോർട്ട് സെഗ്മെൻറ്റ്സ് ഓഫ് DNA. ഇപ്പോൾ DNA നമ്മൾ എന്ത് ചെയ്യും? ചില ടാഗ് കൊടുക്കും, നാനോ പാർട്ടിക്കിൾസ് ടാഗ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ DNAയിലുള്ള വേരിയേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു മെത്തേഡാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. യൂസ് ചെയ്യുന്നത് എന്താണ്? ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ആണ്. സോ ഡിറ്റക്ഷൻ ഓഫ് ജെനറ്റിക് സീക്വൻസിൻ്റെ സാമ്പിളുള്ള ജെനറ്റിക് സീക്വൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയാണ് മെഡിസിനൽ ഫീൽഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബയോമെഡിക്കൽ ഇമേജിങ്, അതുപോലെ ഡ്രഗ് ഡെലിവറി, ഈ കേസസ് ഒക്കെ. ദെൻ അഗ്രികൾച്ചറിലേക്ക് വരുമ്പം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. സാധാരണ നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? അഗ്രികൾച്ചർ, പെസ്റ്റിസൈഡ് കാര്യങ്ങളൊക്കെ. സോ അതിൻ്റെയൊക്കെ നാനോ മെറ്റീരിയൽസ്, നാനോ ഫെർട്ടിലൈസേഴ്സ്, നാനോ പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെയാണ് എന്ത് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫുഡ് അഡിറ്റീവ്സ് ആൻഡ് സപ്ലിമെൻറ്റ്സ്. ഫുഡിൻ്റെ കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നാനോ മെറ്റീരിയൽസ് ഉപയോഗിക്കാം. സോ ഫുഡ് അഡിറ്റീവ്സ് ആൻഡ് സപ്ലിമെൻറ്റ്സ്, ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാറ്റഗറി. ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ്. ചോദിക്കട്ടോ, നിർബന്ധമായിട്ട് ചിലപ്പോൾ ചോദിക്കും, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്, ഇങ്ങനെ ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 5 മാർക്കിന് എഴുതാൻ തക്കണം. അതൊക്കെ മൊത്തം എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഏകദേശം 5-6 മാർക്ക് കിട്ടും. ഓക്കെ, അത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ഇത്രയാണ് നമ്മുടെ നാനോ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ദെൻ ഒരു കുസൃതി എന്നല്ല, നമ്മൾ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയെങ്കിലും നാനോ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോക്കാം. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നാനോ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ നമുക്ക് ഡെയിലി യൂസിൽ എന്ത് വരും? നാനോ പാർട്ടിക്കിൾസ് വരും. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ സറൗണ്ടിങ്ങിൽ എന്തുണ്ട്? നാനോ പാർട്ടിക്കിൾ ഉണ്ട്. സ്മോക്കില്ലേ, പുക, അതെന്താണ്? നാനോ പാർട്ടിക്കിളാണ്. അതായത് സ്മോക്ക് ഫ്രം ഓട്ടോമൊബൈൽസ്. ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ആ സ്മോക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ സ്മോക്കല്ല. ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി, ഒരു ബൈക്കോ കാറോ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു കാറ്റ് വരും സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി എൻജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു വൈറ്റ് പുക വരും, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പുക വരും. അത് കേടാണ്, അത് എൻജിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെയാണ് വരുന്നത്. അത്ര നല്ലതല്ല. പക്ഷേ നമ്മൾ കാണാത്ത ഒരു പുക വരുന്നുണ്ട്, സ്മോക്ക്. അതിനെയാണ് നമ്മൾ ഈ സ്മോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണെന്ത്? നാനോ പാർട്ടിക്കിൾ. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. സ്മോക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ കാണുന്ന സ്മോക്കല്ല എന്ത്, നാനോ പാർട്ടിക്കിൾ. ഇപ്പോൾ നോർമലി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കാറിൻ്റെയൊക്കെ സൈലൻസറിൻ്റെ അവിടെ ഒന്ന് കൈ വെച്ച് നോക്കിയാൽ മതി. കൈ വെച്ച് നോക്കുക മീൻസ് ചൂടത്തൊന്നും വെച്ച് നോക്കരുത്, അതിൻ്റെ പുറത്തിങ്ങനെ എന്ത് ചെയ്യാം, വെച്ച് നോക്കുക. അപ്പോൾ ഒരു കാറ്റടിക്കും, സ്മോക്കാണത്. ആ സ്മോക്ക് എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്നില്ല, ദെർ ഇസ് എ സ്മോക്ക്. അവിടെ എന്തുണ്ട്? സ്മോക്കുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ സറൗണ്ടിങ്ങിൽ നമ്മൾ കാണുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാനോ പാർട്ടിക്കിൾ. ഇനി നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? നാനോ പാർട്ടിക്കിളുണ്ട്. DNA, നമ്മൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് വന്നത്. DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. നമ്മളെ ഏറ്റവും നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഉള്ളത് എവിടെയാണ്? DNAയിലാണ് അല്ലേ? DNA ടെസ്റ്റ് എന്നൊക്കെ കേട്ടില്ലേ? ഈ DNA എന്താണ്? DNA ഇസ് എ നാനോ പാർട്ടിക്കിൾ. നാനോ സൈസിലാണ് അവരുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്നുള്ളൊരു അറിവില്ലായ്മ കൊണ്ട് പറയാണ്. ഈ അഡിനിനും ഗുവാനിൻ, സൈറ്റോസിൻ, ഈ ഇതില്ലേ, എന്താ പറയുക, നൈട്രജൻ ബേസസ്, ഇവർ തമ്മിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് DNA കാര്യമാണ് സംസാരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആങ്സ്ട്രോം യൂണിറ്റിലാണ് പറയുക. ആങ്സ്ട്രോം, A0 ആങ്സ്ട്രോം യൂണിറ്റിലാണ്. ഇത് നാനോയേക്കാൾ ചെറുതാണ്. ആങ്സ്ട്രോം, നാനോ നമ്മൾ പറഞ്ഞു 1×10⁻⁹ മീറ്റേഴ്സാണ്. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 1×10⁻⁻10 മീറ്റേഴ്സാണ്. വീണ്ടും ചെറുതാണ്. ഓക്കെ, വീണ്ടും ചെറുതാണ്. സോ അതാണ് DNAയിലുള്ള ഉള്ളിലുള്ള ബോണ്ടിൻ്റെ ലെങ്ത്താണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ കൂടുമ്പം ചെറിയൊരു ലെങ്ത്തിൽ എന്തുണ്ടാവും? കൂടുതലുണ്ടാവും. സോ ആങ്സ്ട്രോം എന്തായിട്ട് മാറും? നാനോ ആയിട്ട് മാറും. സോ DNA നമ്മൾ കൺസിഡർ, DNA നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ ശരീരം മൊത്തം DNA ആണ്. ഇപ്പോൾ മുടിയിലുണ്ട് രക്തം, സ്കിന്നിൻ്റെ ഇതിൽ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ഇസ് നാനോ സൈസ്. നാനോയിലാണെന്ത് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. സോ ഇത് നമുക്ക് എക്സാംസിലൊക്കെ, അതായത് എന്താണ് നാനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. സോ സ്മോക്ക് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഒരു നാനോ മെറ്റീരിയലാണ്. ആൻഡ് DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു നാനോ മെറ്റീരിയലാണ്. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയാണ് നമ്മളുടെ നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഈ പോർഷൻ. ഓക്കെ, താങ്ക് യു.